നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ ചെക്കാലവളാകം കേന്ദ്രമായി 10 വർഷത്തെ പ്രവൃത്തി പരിചയവുമായി പ്രവർത്തിച്ചു വരുന്ന പങ്കാളീസാണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പങ്കാളീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെക്കാലവളാകം, കടക്കാവൂർ ചെക്കാലവളാകം ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷന് ഇത്തരത്തിലൊരു പേര് വരാനുള്ള കാരണം ഇവിടെ പണ്ടൊരു ചെക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത നമുക്ക് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ചെക്ക് പണ്ട് ചെക്കിൻ്റെതാണ്. പഴമക്കാർ പറയുന്നത് ഇത് പണ്ട് കാലത്ത് ഒരു എണ്ണയാട്ട് കേന്ദ്രമായിരുന്നു. അന്നുണ്ടായിരുന്ന ആ ഒരു ചെക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിനെ പറ്റിയാണ് ചെക്കാലവളാകം എന്നൊരു പേരുണ്ടായത്. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഊട്ടുപറമ്പ് ക്ഷേത്രവും അതും ഉണ്ട്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ബ്രിട്ടീഷ് മേധാവിത്വമുണ്ടായിരുന്ന അഞ്ചുതെങ്ങിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കടക്കാവൂർ പഞ്ചായത്തിലെ ചെക്കാലവളാകം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ന് മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. പങ്കാളീസ് നൽകുന്ന സമ്മാനം. പങ്കാളീസ് അറിയാമോ? അറിയാം. നല്ല നല്ല തുണികളൊക്കെ തന്നെ. നല്ല തുണികളൊക്കെ തന്നെ. ഓക്കെ. അപ്പോൾ മാറുന്ന ഫാഷനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ അവർ തയ്യാറാക്കുന്നു. പിന്നെ ഗുണമേന്മയുള്ള മെറ്റീരിയൽസാണ്. 10 വർഷങ്ങൾ പിന്നിടുകയാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? ജി കാർത്തികേയൻ. കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? പുരുഷോത്തമനാണെന്നുള്ളതാണ് തോന്നുന്നു. വിളിച്ച് പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. എന്നാ ആരെണ്ണ? പുരുഷോത്തമൻ. പിന്നെ കാലാവധി കഴിഞ്ഞാൽ അതിന് ആൻഡമാനിൽ ഗവർണറായിട്ടിരുന്നു. എന്നാ കാലാവധി 5 വർഷം പൂർത്തീകരിച്ചത് വക്കം പുരുഷോത്തമനല്ല, മറ്റൊരു സ്പീക്കറാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. പങ്കാളി നൽകുന്ന സമ്മാനവുമായി ഞങ്ങളിപ്പോൾ വിപ്ലവം പിറന്ന അഞ്ചുതെങ്ങ് ഗ്രാമത്തിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ സായുധ വിപ്ലവം നടന്ന ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം പങ്കാളി നൽകുന്ന സമ്മാനമാണ്. പങ്കാളി ചെക്കാലവളാകം കേന്ദ്രമായി. അറിയാമോ? പോയിട്ടുണ്ടോ? വല്ലപ്പോഴും തന്നെ പോകും കടയിൽ. അപ്പോൾ ഈ ജനങ്ങൾ അഞ്ചുതെങ്ങ് കടക്കാവൂർ ഭാഗത്തുള്ള നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ് അവരുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഇപ്പോൾ നിങ്ങളുടെ ട്രെൻഡിനനുസരിച്ചുള്ള അപ്ഡേഷന് വേണ്ടി വെസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു മറ്റൊരു സ്ഥാപനം കൂടെ അവർ ആരംഭിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻസ്? കൊള്ളാം. ഇപ്പൊ അടുത്ത് എന്തെങ്കിലും പോയി എടുത്തായിരുന്നു? എങ്ങനെയുണ്ട് മെറ്റീരിയൽസ്? കൊറിയൻ ഫാഷനും അത് തന്നെ. ബാഗി അല്ലേ? ഇപ്പൊ കൊറിയൻ ഫാഷനാണ് എല്ലാവരും, ട്രെൻഡ് അതാണല്ലേ? അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? അറിയാമോ? ചെക്കാലവളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പങ്കാളി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. പങ്കാളി പോയിട്ടുണ്ട്, സാധനം എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവരെ കളക്ഷൻസ് ഒക്കെ? ആശയങ്ങൾ കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാം ഉണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? അറിയത്തില്ല. ഓക്കെ. ഇവിടെ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. കടക്കാവൂർ ചെക്കാലവളാകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പങ്കാളി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. പങ്കാളി അറിയാം എടുക്കാറുണ്ട്. നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ട് തന്നെ 10 വർഷങ്ങൾ പൂർത്തീകരിച്ച അവർ ട്രെൻഡി അപ്ഡേഷന് വേണ്ടിയിട്ട് വെസ്റ്റൈൽ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനം കൂടി ചെക്കാലവളാകം ജംഗ്ഷനിൽ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? MP രാകേഷ്. അല്ല, സ്റ്റുഡന്റ് തന്നെ പറയും. അപ്പൊ ചേച്ചി പറയും. അറിയത്തില്ല. അപ്പോൾ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. ചെക്കാലവളാകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പങ്കാളി നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പങ്കാളി പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻസ്?
കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ വെസ്റ്റേയിൽ അതിനെക്കാളും നല്ലതുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. വെസ്റ്റേലല്ലേ? ഇവരുടെ സഹോദര സ്ഥാപനം കൂടിയാണ് വെസ്റ്റേൽ. നിങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് അവർ ചെക്കാർലാഗൻ ജംഗ്ഷനോട് ചേർന്ന് വെസ്റ്റേൽ എന്ന പേരിലുള്ള ട്രെൻഡി ഫാഷൻസിൻ്റെ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ട്? ഈ ബാഗിയും കുറേയും നല്ല കളക്ഷനാണ്, നല്ല വില കുറവാണ് അവിടെ. നല്ല വിലക്കുറവാണല്ലേ? ഇത് ഈ ഒരു വിശ്വാസമാണ്, നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് നിങ്ങളോട് ചെയ്യുന്ന ഒരു കടമയാണ് വിലക്കുറവിൽ സാധനങ്ങൾ നൽകുക എന്നുള്ളത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? അറിയത്തില്ല. അറിയത്തില്ല. എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത്? സെന്റ് ജോസഫ് അഞ്ചുതെങ്ങല്ലേ? അഞ്ചുതെങ്ങ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഇത്തവണ ഉണ്ടാവും ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിക്കുന്നല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: കേരള നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? ആദ്യ നിയമസഭ സ്പീക്കർ പറയടി. എനിക്കറിയത്തില്ല. നിയമസഭാ ചരിത്രത്തിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ. വക്കം പുരുഷോത്തമനല്ല, മറ്റൊരാളാണ്. കേരള നിയമസഭയിൽ 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ നിയമസഭാ സ്പീക്കർ. അറിഞ്ഞൂടാ. ഓക്കെ. കേരള നിയമസഭയിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? എനിക്ക് തോന്നുന്നു മോൻ്റെ ഉമ്മ ഒരു ദിവസം ഒരു സമ്മാനം നേടി. ഒരു വട്ടം ഗേറ്റിന്റെ അവിടെ വെച്ച് ചോദിച്ചു, സമ്മാനം നേടി അല്ലേ? ഓ. പക്ഷെ മകന് സാധിക്കുന്നില്ല, കിട്ടുന്നില്ല. എന്തായാലും ഇനി തിരക്കുമല്ലോ, ഇത് ആരാണെന്ന് തിരക്കുമല്ലോ. അത് ആരാണെന്ന് അറിയണ്ടേ? കേരള നിയമസഭയിൽ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ എം വിജയകുമാറാണ്. കേട്ടിട്ടുണ്ടോ? നേരത്തെ നമ്മളെ മന്ത്രിയായിട്ടും സ്പീക്കറായിട്ടും പ്രവർത്തിച്ചിരുന്ന ആളാണ് എം വിജയകുമാർ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.